അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവർ. പലപ്പോഴും റമദാൻ മാസം എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടി മരുന്ന് കഴിക്കുന്ന ചില ആളുകൾ നോമ്പിനോടുള്ള അമിതമായ സ്നേഹവും ആത്മാർത്ഥതയും മതപരമായ ബാധ്യതയൊക്കെ വിശ്വസിച്ചുകൊണ്ട് ആ ഉള്ള മരുന്നും അസുഖത്തിന് കഴിക്കുന്ന മരുന്നൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ നോമ്പ് എടുക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ അസുഖങ്ങൾ വർദ്ധിക്കുക അല്ലെങ്കിൽ അത് പാടുണ്ടോ എന്നുള്ളതാണ്. പ്രശസ്തനായ ഒരു ഡോക്ടർ അബ്ദുൽ ഹക്കീം എന്ന് പേരുള്ള ഒരു ഡോക്ടറാണ് അന്ന് വിസാൽ മീഡിയയുടെ വിഷയം സംസാരിക്കുന്നത്. ഇതിൽ ഒരുപാട് കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. തൈറോയിഡിന് മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്, അവരെന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ചെറിയ അസുഖങ്ങളോ വലിയ അസുഖങ്ങളോ നിരന്തരം മരുന്ന് കഴിക്കുന്ന ആളുകളാണ്, അവർ ആ മരുന്ന് ഉപേക്ഷിച്ചിട്ടാണോ നോമ്പ് എടുക്കേണ്ടത്? അതെന്താണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? അതേപോലെ തന്നെ നോമ്പിന് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഈ പൊരിക്കടികൾ. ഈ പൊരിക്കടികൾ കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമാണോ ദോഷമാണോ? അതോടൊപ്പം തന്നെ ജ്യൂസ് കഴിക്കുന്ന ആളുകളുണ്ട്. എന്തായാലും ഒരു നോമ്പ് തുറക്കുമ്പോൾ ജ്യൂസ് കഴിക്കാത്തൊരു നോമ്പ് തുറ ഇല്ല. എവിടെ നോമ്പ് തുറ വെക്കാൻ, പള്ളിയിലാവട്ടെ എവിടെ ആവട്ടെ ജ്യൂസ്. ഈ ജ്യൂസ് കഴിക്കുന്നത് എത്രത്തോളം നമുക്ക് ആരോഗ്യകരമാണ്? നോമ്പ് എന്നുള്ളത് നമ്മുടെ ശരീരം കേടുവരുത്താനുള്ളതാവരുത്. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർ പറയുന്ന ഈ വിഷയങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നോമ്പുകാലം ആവുമ്പോൾ മരുന്നുകൾ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് നമുക്ക്. അപ്പോൾ പല രോഗങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഷുഗർ ഉണ്ടാവാം, പ്രഷർ ഉണ്ടാവാം, അതുപോലെ ഹാർട്ടിൻ്റെ സൂക്കേട് ഉണ്ടാവാം, കൊളസ്ട്രോൾ ഉണ്ടാവാം, ലിവറിൻ്റെ സൂക്കേട്, അങ്ങനെ ഒരുപാട് സൂക്കേടുകൾ നമുക്കുണ്ടാവാം. അപ്പോൾ ആ മരുന്നുകളൊക്കെ പല മരുന്നുകളും കഴിക്കുന്നത്. അപ്പോൾ ആ മരുന്നുകളൊക്കെ എങ്ങനെ കഴിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും മരുന്നുകൾ നോമ്പിനൊരു തടസ്സമല്ല. നമ്മൾ കാണുന്ന ഡോക്ടർമാർ നമ്മളോട് നോമ്പെടുത്തോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് നോമ്പെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ രാവിലെ കഴിക്കുന്ന മരുന്നുകളുണ്ടാവും, ഉച്ചയ്ക്ക് കഴിക്കുന്നുണ്ടാവും, രാത്രി കഴിക്കുന്നതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഡോക്ടറെ നിർദ്ദേശപ്രകാരം നോമ്പെടുക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് വളരെ വലിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നോമ്പ് നിർബന്ധമല്ല നമുക്ക്. അത് നമ്മളെ മതം അങ്ങനെ തന്നെയാണ് പറയുന്നത്. നമുക്ക് മുദ്ദ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യമില്ല, ഇപ്പോൾ നോമ്പ് നോക്കി വിട്ടിയാൽ മതി. അപ്പോൾ കഴിയുന്നതും അത് അത്ര വളരെ നമ്മളൊരിക്കലും പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനൊരു നിയമമില്ല. അപ്പം മാക്സിമം നമ്മളെ സന്തോഷിപ്പിക്കുക, നമ്മളെ പ്രയാസങ്ങൾ അകറ്റുക എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നോമ്പ് എടുക്കണം, നമ്മൾ മരുന്നുകൾ കഴിക്കണം. അപ്പം നമ്മൾ രാവിലെ കഴിക്കുന്ന മരുന്നുകൾ എന്ത് ചെയ്യാം, അത് കഴിയുന്നതും നോമ്പ് തുറന്ന ഉടനെ കഴിക്കുക. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്നതെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കഴിക്കുക. പിന്നെ രാത്രി കഴിക്കുന്ന ഗുളികകളുണ്ടെങ്കിൽ അത്താഴത്തിന് കഴിക്കുക. ഇതിൽ പിന്നെ ഏറ്റവും പ്രശ്നം വരുന്ന കാരണം ഗ്യാസിൻ്റെ ഒരു പ്രശ്നമൊക്കെ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഉണ്ടാവും. മരുന്ന് കഴിക്കുന്നവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെവർ എന്ത് ചെയ്യുക, ഗ്യാസിൻ്റെ ഗുളിക നോമ്പ് അത്താഴത്തിന് കഴിക്കുക. അതോടൊപ്പം തന്നെ നോമ്പ് തുറന്നൊരു 5-6 ദിവസമൊക്കെ കഴിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ മരുന്നിൻ്റെ ക്രമീകരണങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ വലിയ പ്രയാസം ഉണ്ടാകും. ഒരു കാരണവശാലും നിങ്ങൾ ഒരു മരുന്ന് നിർത്തിക്കൊണ്ടുള്ള നോമ്പെടുക്കൽ ചെയ്യരുത്. അത് വലിയ അപകടങ്ങളിലേക്കാവും നമ്മൾ പോവുക. അപ്പോൾ നമ്മളെ മറ്റുള്ള ഈ ഭാഗത്തും കൂടി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത്. പിന്നെ നമ്മൾ നോമ്പ് കാലത്ത് തൈറോയ്ഡ് മരുന്ന് കഴിക്കുന്ന ഒരുപാട് രോഗികളുണ്ടാവും. അപ്പോൾ തൈറോയ്ഡ് 2 തരമുണ്ട്. ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്, ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്. ഹൈപ്പോതൈറോയിഡിസം ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഈ ഹൈപ്പോതൈറോയിഡിസിൻ്റെ തന്നെ തൈറോനോം, തൈറോക്സ്, യൂതൈറോക്സ് എന്നൊക്കെ പറയുന്ന മരുന്നുകളാണ്. അത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ അതിരാവിലെ വെറും വയറ്റിലാണ് കഴിക്കുക. അപ്പോൾ അത് എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പ് കാലത്ത് നമ്മൾ അത്താഴം കഴിക്കുന്ന സമയത്ത് നീക്കുമല്ലോ, അത്താഴത്തിന് നീക്കുമ്പോൾ വെറും വയറ്റിൽ തന്നെ ആ സമയത്ത് കഴിക്കലാണ് ഏറ്റവും ഉചിതം. ഇനി ഹൈപ്പർ തൈറോയിഡിസിൻ്റെ ഗുളികകളുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയോമർക്കസോൾ എന്ന് പറഞ്ഞാൽ കാബിമസോൾ എന്ന് പറയുന്ന ഗുളികയാണ്. അത് എപ്പോഴാണ് കഴിക്കുന്നത് വെച്ചാൽ അതാത് സമയത്ത് നമ്മൾ നേരത്തെ പോലെ രാവിലെ കഴിക്കുന്നുണ്ടെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും കഴിക്കുന്നുണ്ടെങ്കിൽ നോമ്പ് തുറന്നേക്കും അത്താഴത്തിനും കഴിക്കേണ്ടതാണ്. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസ് ഉള്ള രോഗികൾ അത്താഴ സമയത്ത് തന്നെയാണ് ആ വെറും വയറ്റിൽ ആ ഗുളിക കഴിക്കാൻ മാക്സിമം ശ്രമിക്കേണ്ടതാണ്. നമ്മൾ നോമ്പുകാലം ആവുമ്പോൾ മരുന്നുകൾ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് നമുക്ക്. അപ്പോൾ പല രോഗങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഷുഗർ ഉണ്ടാവാം, പ്രഷർ ഉണ്ടാവാം, അതുപോലെ ഹാർട്ടിൻ്റെ സൂക്കേട് ഉണ്ടാവാം, കൊളസ്ട്രോൾ ഉണ്ടാവാം, ലിവറിൻ്റെ സൂക്കേട്, അങ്ങനെ ഒരുപാട് സൂക്കേടുകൾ നമുക്കുണ്ടാവാം. അപ്പോൾ ആ മരുന്നുകളൊക്കെ പല മരുന്നുകളും കഴിക്കുന്നത്. അപ്പോൾ ആ മരുന്നുകളൊക്കെ എങ്ങനെ കഴിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും മരുന്നുകൾ നോമ്പിനൊരു തടസ്സമല്ല. നമ്മൾ കാണുന്ന ഡോക്ടർമാർ നമ്മളോട് നോമ്പെടുത്തോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് നോമ്പെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ രാവിലെ കഴിക്കുന്ന മരുന്നുകളുണ്ടാവും, ഉച്ചയ്ക്ക് കഴിക്കുന്നുണ്ടാവും, രാത്രി കഴിക്കുന്നതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഡോക്ടറെ നിർദ്ദേശപ്രകാരം നോമ്പെടുക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് വളരെ വലിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നോമ്പ് നിർബന്ധമല്ല നമുക്ക്. അത് നമ്മളെ മതം അങ്ങനെ തന്നെയാണ് പറയുന്നത്. നമുക്ക് മുദ്ദ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യമില്ല, ഇപ്പോൾ നോമ്പ് നോക്കി വിട്ടിയാൽ മതി. അപ്പോൾ കഴിയുന്നതും അത് അത്ര നമ്മളൊരിക്കലും പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനൊരു നിയമമില്ല. അപ്പം മാക്സിമം നമ്മളെ സന്തോഷിപ്പിക്കുക, നമ്മളെ പ്രയാസങ്ങൾ അകറ്റുക എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നോമ്പെടുക്കണം, നമ്മൾ മരുന്നുകൾ കഴിക്കണം. അപ്പം നമ്മൾ രാവിലെ കഴിക്കുന്ന മരുന്നുകൾ എന്ത് ചെയ്യാം, അത്
കഴിയുന്നതും നോമ്പ് തുറന്ന ഉടനെ കഴിക്കുക. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്നതെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കഴിക്കുക. പിന്നെ രാത്രി കഴിക്കുന്ന ഗുളികകളുണ്ടെങ്കിൽ അത്താഴത്തിന് കഴിക്കാം. ഇതിൽ പിന്നെ ഏറ്റവും പ്രശ്നം വരുന്ന കാരണം ഗ്യാസിൻ്റെ ഒരു പ്രശ്നമൊക്കെ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഉണ്ടാവും, മരുന്ന് കഴിക്കുന്നവർക്കും ഇല്ലാത്തവർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെവർ എന്ത് ചെയ്യുക, ഗ്യാസിൻ്റെ ഗുളിക നോമ്പ് അത്താഴത്തിന് കഴിക്കുക. അതോടൊപ്പം തന്നെ നോമ്പ് തുറന്നൊരു 5-6 ദിവസമൊക്കെ കഴിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ മരുന്നിൻ്റെ ക്രമീകരണങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ വലിയ പ്രയാസം ഉണ്ടാകും. ഒരു കാരണവശാലും നിങ്ങൾ ഒരു മരുന്ന് നിർത്തിക്കൊണ്ടുള്ള നോമ്പെടുക്കൽ ചെയ്യരുത്. അത് വലിയ അപകടങ്ങളിലേക്കാവും നമ്മൾ പോവുക. അപ്പോൾ നമ്മളെ മറ്റുള്ള ഈ ഭാഗത്തും ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത്. നോമ്പ് കാലത്ത് ഏറ്റവും വലിയ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പലഹാരങ്ങളുണ്ട്. ഈ എണ്ണക്കടികളൊക്കെ ഒരുപാട് കഴിക്കും. ഇപ്പം നമ്മൾ സാധാരണ കുട്ടികളെ കൊണ്ടൊക്കെ നോമ്പ് പിടിപ്പിച്ചിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാണത്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് ഞാൻ പറഞ്ഞില്ല, നമ്മളെ ആരോഗ്യത്തിന്, നമ്മുടെ ഡീടോക്സിഫിക്കേഷന് വേണ്ടി എന്ന് പറയും, നമ്മുടെ ശരീരം ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാസം നോമ്പെടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലേക്ക് ഭക്ഷണക്രമങ്ങൾ എന്ത് ചെയ്യണം, വളരെ ലളിതമായ ഭക്ഷണ രീതിയിലേക്ക് പോകാൻ ശ്രമിക്കണം. നമ്മൾ ചുരുങ്ങിയത് നമുക്കൊരു ടാർഗറ്റ് വെച്ചിട്ടൊരു 5 മുതൽ 7 കിലോനൊക്കെ വരെ നിർബന്ധമായി കുറക്കാനുള്ളൊരു ശ്രമമായിരിക്കണം അതിന്. അപ്പോൾ ഷുഗർ കട്ട് ചെയ്യാം, മധുരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാം, എണ്ണക്കടികൾ ഒഴിവാക്കാം, ധാരാളം സലാഡുകൾ കഴിക്കുക, ഫ്രൂട്ട്സുകൾ കഴിക്കുക, അരി ഭക്ഷണങ്ങൾ, കാർബോഹൈഡ്രേറ്റ്സ് മാക്സിമം റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ നമ്മൾ സാധാരണ രീതിയിൽ ഒരു 60 മുതൽ 80% കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതിനൊക്കെ ഒരു 40% കൂടുന്നു, പ്രോട്ടീൻ ഒരു 10-20% കൂടുന്നു, ഫാറ്റും ഒരു 1% കൂടുന്നു. കൂടുതൽ വെജിറ്റബിൾ സലാഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, പൊരികടികൾ പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഉചിതം അതാണ്. അത് നമ്മൾ ആ ഒരു കൾച്ചർ നമുക്കും മുതിർന്നവരും കുട്ടികളിലും ആ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. നോമ്പ് കാലത്ത് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ജ്യൂസ് കുടിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഈ ജ്യൂസ് പ്രമേഹ രോഗികൾ തീർച്ചയായിട്ടും ജ്യൂസ് കുടിക്കാതിരിക്കൽ വളരെ നിർബന്ധമാണ്. കാരണം നമ്മളെപ്പോഴും പകുതിയോ അല്ലെങ്കിൽ ഒരു ആപ്പിളൊക്കെയാണ് കഴിക്കാൻ പറ്റുക. ജ്യൂസ് ഉണ്ടാക്കാൻ അതിലും കൂടുതൽ എന്ത് വേണം, ഫ്രൂട്ട്സ് വേണ്ടി വരും. അപ്പോൾ കഴിയുന്നതും ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കല നല്ലത്. പിന്നെ ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും നല്ല ഭാഗങ്ങളൊക്കെ പോയി വെള്ളം മാത്രം കുടിക്കണം. അപ്പം നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുമ്പോൾ അതിൽ ഫൈബറുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും നല്ലതാണ്, ശരീരത്തിൽ വെള്ളം പിടിച്ചു നിർത്താനും അതിനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ കൂടുതലും ജ്യൂസുകൾ ഒഴിവാക്കിയിട്ട്, മധുരങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ കൂടുതൽ ഫ്രൂട്ട് കട്ടുകളും ഫ്രൂട്ട് സലാഡുകളും ഒക്കെ ആക്കിയിട്ട് കഴിക്കലായിരിക്കും ഏറ്റവും ഉത്തമം. ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? എന്ത് ചെയ്യുക, ഈ വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.